അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമം സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളുടെ രോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്ന സ്വന്തം പ്രാർത്ഥിക്കുന്നു. ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്തോർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എത്രത്തെ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും മാറി കർത്താവ് പിന്നെയും രോഗങ്ങൾ, അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു നേരം ശമിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. എന്തിനാണെന്ന് അറിയാൻ പാടില്ലാതെ മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. വിൽക്കാനുള്ള വസ്തുക്കൾ, വാങ്ങാനുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ വെക്കാനുള്ള പുരകൾ, പുര വെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും
പരിശുദ്ധാത്മാവിൽ നീക്കുക. ആമേൻ. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. ആരാധനയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻ്റാണ് അറിവ്. യോഹന്നാൻ 4:22. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അറിയുന്നതിനെ ആരാധിക്കും. പക്ഷെ അറിയുന്നതിനെ ആരാധിക്കുമ്പോൾ എന്താണ് റിസൾട്ട്? എന്താണ്? രക്ഷ യഹൂദരിൽ നിന്നാണല്ലോ. അറിയുന്നതിനെ ആരാധിക്കുന്നതിൽ നിന്നാണ് ക്രിസ്തുവിനെ കിട്ടുന്നത്. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്ക 2:30. എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ രക്ഷ എന്ന് പറയണത് ആരിൽ നിന്നാണ് വരണത്? ക്രിസ്തു ആരിൽ നിന്നാണ് വരണത്? ആർക്കാണ് ക്രിസ്തുവിന് അനുഭവവേദ്യമാകണത്? അറിഞ്ഞ് ആരാധിക്കുമ്പോഴാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ജപമാലയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ശവപ്രാണത്തിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ജപം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന്. അപ്പോൾ നിങ്ങൾ അധികം വാരിക്കെട്ടി പ്രാർത്ഥിച്ചില്ലാലും ചെയ്യണ കാര്യങ്ങൾ ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോട് ചെയ്ത കാര്യം, ഈ വിമാനത്തിൽ ലൈറ്റ് ഇല്ലായിരുന്നു. ലൈറ്റ് ഉണ്ടായിരുന്നത് കുറവായിരുന്നു ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ഞാൻ എൻ്റെ കാന നമസ്കാരം എടുത്ത് മടി വെച്ചിട്ട് ലെൻസ് കൊണ്ടുപോയി. ഞാനിവിടുന്ന് ലെൻസ് കൊണ്ടുപോയപ്പോൾ ഇവിടെ ബാഗിൽ ലെൻസ് ഇംഗ്ലണ്ട് ധ്യാനം ഉണ്ടായിരുന്നു. അതങ്ങനെ പോയതാണ് UK-യിൽ. അപ്പോൾ ഇവിടുന്ന് ലെൻസ് കൊണ്ടുപോയപ്പോൾ ഇവരെല്ലാം പറഞ്ഞ് എന്തിനാണ് വെച്ചാൽ ലെൻസ്? പക്ഷേ എനിക്കറിയത്തില്ല എന്തിനാ ലെൻസ് എന്ന്. എന്തെങ്കിലും വായിക്കേണ്ടി വരികയാണെങ്കിൽ എടുക്കാമല്ല വിചാരിച്ചോണ്ട്, പക്ഷേ വായിക്കേണ്ടി വന്നു. ഞാൻ കാന നമസ്കാരം തിരിച്ചു വെച്ചപ്പോൾ തുടർന്ന് വെച്ചപ്പോൾ ലൈറ്റ് കുറവാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ലെൻസ് വെച്ചാണത് വായിച്ചത് വിമാനത്തിൽ വെച്ച്. അപ്പോൾ എന്താണ് ഇത്? ഈ ജപം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യാൻ. അപ്പോൾ പ്രാർത്ഥനയിലുള്ള വിഷയം അത് അത്രയും സൂക്ഷ്മത നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും നിങ്ങൾ കൊടുക്കണം. കാരണം ദൈവതിരുസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് പണി മേടിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് കൂടുതൽ. കാര്യം ഇവർ ദൈവതിരുസന്നിധിയിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇവർ പട്ടിയുടെ കാര്യം, പൂച്ചയുടെ കാര്യവും, അത്താഴത്തിൻ്റെ കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന് ആപ്പാടെ പ്രാർത്ഥിച്ച് പണി മേടിക്കും. അപ്പം നിങ്ങൾ ഓർക്കും പ്രാർത്ഥിക്കാതിരിക്കുന്നതല്ല പ്രാർത്ഥിച്ച് പണി മേടിക്കണേക്കാൾ നല്ലതെന്ന്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയണില്ല. അത് കോമൺ സെൻസ് ഉള്ളവർ അങ്ങനെ ചോദിക്കത്തില്ല. അത്രയും ഡേറ്റി ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ചോദിക്കത്തുള്ളൂ. കാര്യം പ്രാർത്ഥന ദൈവം നൽകുന്നൊരു വരവല്ലേ. അല്ല നമ്മളെന്തോ വലിയ കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യണ പോലെയാണ് ചില ആൾക്കാർ ചിന്തിക്കുന്നത്. നിങ്ങൾ ഗുണം പിടിക്കാത്തതിൻ്റെ പല കാര്യങ്ങളും പ്രാർത്ഥന എന്തോ ദൈവത്തിന് വേണ്ടി നമ്മളെന്തോ ഔദാര്യം ചെയ്യണ പോലെ. അങ്ങനെയല്ല. എൻ്റെ കർത്താവിൻ്റെ ആത്മാവില്ലാതെ ആബാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ആത്മാവ് മൂലമാണ് നമ്മളത് വിളിക്കണത്. റോമ 8:15. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നതിനെ അത് ഒരു ദൈവസ്നേഹമുണ്ട്. വിളിക്കുന്നതിന് ആവശ്യമായൊരു ദൈവസ്നേഹമുണ്ട്, ഒരു പ്രത്യാശയുണ്ട്, ഒരു സമർപ്പണമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ഇതെല്ലാം കൂടി കൂടുമ്പോൾ ദൈവത്തെ വിളിക്കാൻ പറ്റിയ പേരാണ് പിതാവ്. മനസ്സിലായ? ഒരു ദൈവ പൈതലിന് വിശ്വാസം കൂടുമ്പോൾ, പ്രത്യാശ കൂടുമ്പോൾ, സ്നേഹം കൂടുമ്പോൾ, ഇനി സമർപ്പണം കൂടുമ്പോൾ. കാര്യം വിശ്വാസം കൂടുമ്പോഴും ആൾക്കാർ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കും. പ്രത്യാശ കൂടുമ്പോഴും ഇന്നലെ നാളെ കിട്ടുമെന്നുള്ളത് പ്രതീക്ഷിക്കും. സ്നേഹം കൂടുമ്പോൾ നമ്മുടെ മെരിറ്റിൻ്റെ അപ്പുറത്തുള്ള കാര്യം ദൈവം തരുമെന്ന് പ്രതീക്ഷിക്കും. പക്ഷേ അതെല്ലാം വെള്ളിയാണെങ്കിൽ തനി തങ്കമെന്ന് വിളിക്കുന്നത് എന്താണെന്നറിയാമോ? സമർപ്പണമാണ്. കർത്താവിൻ്റെ അവസാനത്തെ പ്രാർത്ഥന എന്താണ്? സമർപ്പണം. അതിനാണ് ഞാൻ ആദ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഞാൻ ആമേൻ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്.
പക്ഷേ എൻ്റെ ദൈവത്തെ ഞാൻ അത്രയും കൊതിക്കുന്നു, സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മനസ്സിനെ സ്വയമായിട്ട് കീഴ്വഴങ്ങുന്നു. ആമേൻ. 2 കൊരിന്ത്യർ 1:20 വായിച്ച്. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും, ദൈവത്തിൻ്റെ 8855 വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ക്രിസ്തു, അതായത് പ്രശ്നത്തെ ക്രിസ്തു ആണ് ആമേൻ പറയുന്നത്. ക്രിസ്തുവിൻ്റെ രാജ്യം ഈ മേഖലയിൽ ദൈവഹിതം നിറവേറട്ടെ, ദൈവരാജ്യം പുലരട്ടെ, ക്രിസ്തു എന്ത് മനസ്സ് വിചാരിക്കുന്നുവോ അതിവിടെ നിറവേറട്ടെ എന്ന് പറയുന്നതിനാണ് ആമേൻ പറയുന്നത്. ബൈബിൾ അവസാനിക്കണമെങ്കിൽ അറിയാമല്ല, മാറാനാഥ ആമേൻ. ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു, അതെ ഞാൻ വേഗം വരുന്നു, ആമേൻ, കർത്താവേ യേശുവേ വരണമേ. ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നവൻ്റെ ഒരു ഫീലിംഗ് ലെവലുണ്ട്. അവൻ കർത്താവ് വന്ന കർത്താവിനെ പ്രസൻ്റായിട്ട് അനുഭവിച്ചുകൊണ്ടാണ് അവൻ പറയണത് ആമേൻ പറയണത്. ബൈബിൾ എപ്പോഴും വായിക്കുമ്പോൾ അതിൻ്റെ ഫീലിംഗ് ലെവലൊന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി നോക്കണം. അതിനാണ് ഈ ബൈബിൾ പഠിക്കണത്. ചില ബൈബിൾ മലയാളത്തിൽ എഴുതിയ വായിച്ചാൽ മനസ്സിലാവുന്നത്, അങ്ങനെ വായിച്ചാലല്ല, അതിൻ്റെ ഫീലിംഗ് ലെവലാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ പറഞ്ഞില്ലേ കർത്താവേ വരണമേ എന്ന് പറയുമ്പോൾ അയാളിത് അവസാനിപ്പിക്കുകയും വെളിപ്പാട് യോഹന്നാനിലൂടെ ഒഫീഷ്യലായിട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി, രക്ഷിക്കപ്പെട്ട എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഈ അപ്പോസ്തലൻ പ്രാർത്ഥിക്കലാണ്, മാറാനാഥ, ഞങ്ങൾ കൊതിയോടെ കാത്തിരിക്കുന്ന കർത്താവേ വരണമേ. എന്നാണ്. ആദ്യമായിട്ട് ഞാൻ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2024 മെയ് മാസം 11-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു, ഹൈ പ്രഷറായിരുന്നു. ആ അസുഖത്തിൻ്റെ പേരിൽ ഞാൻ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നപ്പോൾ എൻ്റെ തൊട്ടടുത്ത ബെഡിൽ ഇദ്ദേഹം ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ സ്റ്റേജിൽ, ഇദ്ദേഹത്തിന് വേദന എന്താണെന്നോ അല്ലെങ്കിൽ തൊട്ടതാരാണെന്നോ പോലും അറിയാത്ത കോമ സ്റ്റേജിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഞാൻ കാണുമ്പോൾ ഞാൻ ആ ടൈമിൽ അത് കഴിഞ്ഞ് ഞാൻ നോർമലാക്കി ഞാൻ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞാൻ വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ പോയി. അപ്പോഴേക്കും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്ന് ഇദ്ദേഹത്തെ കണ്ടു. ഇവിടുത്തെ മാതാവിൻ്റെ തൈലം ഇദ്ദേഹത്തെ നെറ്റിയിൽ കുരിശു വരച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും, അതിൽ കൂടിപ്പോ 5 വെള്ളിയാഴ്ചകളിൽ ഞാൻ ഇദ്ദേഹത്തെ നെറ്റിയിൽ ഞാൻ കുരിശു വരച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 6ാമത്തെ ആഴ്ചയിൽ ഞാൻ ഇദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ, പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നഴ്സുമാർ ഇദ്ദേഹത്തെ ചുറ്റും കൂടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചപ്പോഴേക്കും സിസ്റ്റർമാർ പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ ചോദിച്ചു ഇതാരാണ് വന്നേക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം സംസാരിക്കാൻ പറ്റില്ല. ഇദ്ദേഹം ആക്ഷനിലൂടെ പിതാവിനും പുത്രനും പറഞ്ഞു. അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്നുവെച്ചാൽ അതുവരെ കോമ സ്റ്റേജിൽ കിടന്ന ആൾ എന്നെ മനസ്സിലാക്കിയത് 6ാമത്തെ ആഴ്ചയിൽ ഈ ഇവിടുത്തെ മാതാവിൻ്റെ തൈലം പുരട്ടി 6ാമത്തെ ആഴ്ചയിൽ എന്നെ മനസ്സിലാക്കി. അന്ന് തുടങ്ങി വേദന എന്താണെന്നും അന്ന് തുടങ്ങി ആരൊക്കെയാണെന്നും അന്ന് തുടങ്ങി ഭക്ഷണം കഴിക്കാനും എല്ലാം നോർമലായി തുടങ്ങി. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു, വീട്ടിലേക്ക് പോയി. ഞാൻ പിന്നെ വീട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളും നോക്കുകയും ചെയ്തു. അവിടുത്തെ ഡോക്ടറൊക്കെ ഉപേക്ഷിച്ചെന്ന രീതിയിലായിരുന്നു നിന്നേച്ചത് ഇദ്ദേഹത്തെ. എങ്ങനെയെങ്കിലും ആ ഹോസ്പിറ്റലിൽ നിന്നുള്ള മാറ്റാമെന്നുള്ള രീതിയിലായിരുന്നു ഇദ്ദേഹത്തെ നിന്നേച്ചത്. ഞാൻ ആ സമയത്താണ് മാതാവ് എന്നെ അവിടെ എത്തിച്ചത്, ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും തോന്നിപ്പിച്ചതും. അതേ പിന്നെ ഞാൻ എൻ്റെ ഈ ഇടത്തെ കയ്യിൽ, എൻ്റെ വലത്തെ കയ്യിൽ ഇദ്ദേഹത്തിൻ്റെ ഇടം കൈ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ വിളിക്കും. ഇദ്ദേഹം ഇപ്പോൾ ഈ സ്റ്റേജിൽ ആക്കി നിർത്താൻ കാരണം മാതാവാണ്. എന്നുവെച്ചാൽ അത്രയും വലിയ അനുഗ്രഹമാണ് ഈ മാതാവ് ഇദ്ദേഹത്തെ കൊടുത്തത്. എന്നുവെച്ചാൽ കോമ സ്റ്റേജിലെ ഒരു വ്യക്തിയെ പോലും അറിയാതെ എല്ലാം സ്വന്തം അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ പിടിച്ച് നടക്കാമെന്നുള്ള ഈ സ്റ്റേജ് വരെ എത്തിച്ചത് മാതാവാണ്. അതിൻ്റെ 1ാമത്തെ സാക്ഷ്യം ഇതാണ്. ഇദ്ദേഹത്തെ അധികം നേരം ഇവിടെ നിർത്താൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അതെ. ഇപ്പോൾ എൻ്റെ 2ാമത്തെ സാക്ഷ്യം, ഞാൻ ദുശീലങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എല്ലാ ദുശീലങ്ങളും ഉണ്ടായിരുന്നു. മദ്യപാനം, ആൻസ് കാര്യങ്ങളെല്ലാം ദുശീലങ്ങളുണ്ടായിരുന്നു.
ഇപ്പോൾ എനിക്ക് ഒരു ദുശീലമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു വൈൻ പോലും ഒന്നും എനിക്ക് എൻ്റെ എല്ലാ ദുശീലങ്ങളും മാറ്റി തന്ന കൃപാസന മാതാവാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കാറ് വാങ്ങിക്കാൻ വളരെ ഏറെ ആഗ്രഹമുണ്ടായി, കാറ് മേടിക്കണമെന്ന്. ലൈസൻസ് എടുത്തിട്ട് കാറ് മേടിക്കാൻ എന്ത് ചെയ്യും എന്ന് ഞാൻ ആലോചിച്ച് നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ അനിയനും കൂടി ഓൺലൈനിൽ കാറ് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്യാൻ തുടങ്ങി. സെർച്ച് ചെയ്തു. അനിയൻ ഒരു കാറ് കണ്ടു, അതേപോലെ തന്നെ എൻ്റെ വൈഫും ഒരു കാറ് കണ്ടു. രണ്ടുപേര് കണ്ടതും ഒരേ കാറ് തന്നെ. അത് മാതാവിൻ്റെ ഗ്രേ കളറിലുള്ള ഒരു കാറാണ്. അത് ഇയോൺ. അത് ഞാൻ കോട്ടയം ഈരാറ്റുപേട്ടയിൽ പോയി ആ കാറ് സെലക്ട് ചെയ്ത് കണ്ട് മാതാവിനിക്ക് ആ കാറ് തന്നു. ഇപ്പോൾ ആ കാറിനാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. ആ അനുഗ്രഹവും എനിക്ക് മാതാവ് തന്നതാണ്. അതിനും മാതാവിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയി രോഗികൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയോ ഒരു 5 പേർക്കെങ്കിലും ഭക്ഷണം ഞാൻ കൊടുക്കാതെ ഞാൻ എൻ്റെ ഭക്ഷണം, പ്രഭാത ഭക്ഷണം ഞാൻ കഴിക്കാറില്ല ഞായറാഴ്ചകളിൽ. ഞാൻ അങ്ങനെയാണ് കാരുണ്യപ്രവർത്തകർ. പിന്നെ എന്നോട് ആരും എന്ത് സഹായം, ഞാൻ ബൈക്കോ കാറോ ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ ആരാണ് കൈ നീട്ടുന്നത്, ഒരു ലിഫ്റ്റിനായിട്ട് ആരാണോ എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നത് അദ്ദേഹത്തെ ഞാൻ കയറ്റി, അദ്ദേഹത്തെ എവിടെയാണ് എത്തിക്കേണ്ടത് അവിടെ ഞാൻ എത്തിച്ചു കൊടുക്കും. അത് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഈശോ എന്നുള്ള ആ വിചാരത്തിൽ തന്നെ ഞാൻ ആരാണോ എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നത് അദ്ദേഹത്തെ ഞാൻ സഹായിക്കും. അതുപോലെ തന്നെ പത്രങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ, ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ വചനങ്ങൾ എഴുതി, ഇവിടുന്ന് ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്ന ഓരോ വചനങ്ങളിലും ഞാൻ അത് എൻ്റെ ബുക്കിൽ എഴുതിയെടുത്തിട്ട് ആ വചനങ്ങൾ ഞാൻ പത്രത്തിൽ എഴുതി അത് കൈകളിൽ, അർഹതപ്പെട്ട കൈകളിൽ ഞാൻ ആ പത്രം എത്തിക്കാറുണ്ട്. അതുകൂടാതെ എൻ്റെ പള്ളികളിൽ ഞാൻ ഓരോ പള്ളികളും സന്ദർശിക്കുമ്പോൾ അവിടെ ഇവിടേക്ക് ഇരിക്കുന്ന കൃപാസന പത്രങ്ങൾ അത് ഞാൻ എടുത്തുകൊണ്ട് പോയി അത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ അടുത്തും ഹോസ്പിറ്റലുകളിലും അർഹതപ്പെട്ടവരുടെ അടുത്ത് ആരും മുമ്പിൽ, ചിലവരൊക്കെ വേണ്ടാന്ന് പറയും, ചിലവരൊക്കെ ദേഷ്യഭാവത്തോടെ നോക്കാറുണ്ട്. അതവരോടൊക്കെ എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഓക്കെ ചേട്ടാ കുഴപ്പമില്ല, ഓക്കെ ചേച്ചി കുഴപ്പമില്ല, അടുത്ത ആൾ കൊടുക്കും. സന്തോഷത്തോടെ ആര് സ്വീകരിക്കുന്നു അവർക്ക് ഞാൻ പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഞായറാഴ്ച പള്ളി ആകെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞായറാഴ്ചകളിൽ മാത്രമേ ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നേ ഉള്ളൂ. ഇപ്പം എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോയി പോകും. എല്ലാ ദിവസവും രാവിലെ 6:00 കുർബാന എല്ലാ ദിവസവും ഞാൻ കണ്ടിട്ടാണ്, കുർബാന കൂടിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അത് ഒരു ദിവസം പോലും മുടക്കം വന്നിട്ടില്ല ഇതുവരെ. പിന്നെ ഞാൻ കുടുംബ യൂണിറ്റിനൊന്നും പോകാത്ത ഒരാളായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു. കുടുംബ യൂണിറ്റിന് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു. എൻ്റെ അമ്മയും എൻ്റെ വൈഫൊക്കെ കുടുംബ യൂണിറ്റിന് പോകുമ്പോൾ ഞാൻ അവരെ വണ്ടിക്ക് കൊണ്ടുപോയി കുടുംബ യൂണിറ്റിൽ കൊണ്ടുപോയി എത്തിക്കും, എന്നിട്ട് ഞാൻ തിരിച്ചു പോരും. അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവ് എന്നെ കുടുംബ യൂണിറ്റിലേക്ക് അടുപ്പിച്ചു. എൻ്റെ കുടുംബ യൂണിറ്റിൻ്റെ പേര് വേളാങ്കണ്ണി മാതാ കുടുംബ യൂണിറ്റ് എന്നാണ്. ഇപ്പോൾ മാതാവ് എന്നെ ഉയർത്തിയിരിക്കുന്നത് ആ കുടുംബ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ടാണ്. വേളാങ്കണ്ണി മാതാ കുടുംബ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് എന്നെ മാതാവ് ഉയർത്തി. അത് ഇത്രയും വലിയ അനുഗ്രഹം തന്നതിന് ഞാൻ മാതാവിനോട് ഈശോയോടും നന്ദി പറയുന്നു. ഇതാണ് ഇത്രയും അനുഗ്രഹം. സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് മഞ്ജു ജോസഫ്. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടിയം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ജനുവരി 2025 ജനുവരി 14 ഞാൻ വന്നത് എൻ്റെ ചേച്ചിക്ക് കൂട്ടായിട്ടാണ് ഉടമ്പടി എടുക്കാൻ വന്നതല്ല, ചേച്ചിക്ക് കൂട്ടായിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ നല്ല ക്യൂ ആയിരുന്നു. അപ്പം ഉടമ്പടി എടുക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ മാറി നിൽക്കുമായിരുന്നു. പിന്നെ എല്ലാവരും എടുക്കുന്ന കണ്ടപ്പോൾ അന്ന് പോയി എടുത്തേക്കാം എന്ന് വിചാരിച്ച് പോയി ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്ത് ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. എനിക്ക് ഒന്നും തോന്നിയില്ല. അതിനുശേഷം ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ തുടങ്ങി, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കാൻ തുടങ്ങി, ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ഈ എയർ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഓർക്കും എന്താണ് ഈ എയർ ലിഫ്റ്റിംഗ്, അത് ടൈം ഷോർട്ടനിങ്, എയർ ലിഫ്റ്റിംഗ്, ഇങ്ങനെ കുറേ ടേംസ് ഞാൻ ഇവിടെ നിന്ന് കേൾക്കുവാണ്. ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല.
അപ്പോൾ എന്തായിരിക്കും ഇത്? എന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് മാതാവേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, കൊന്ത ചൊല്ലും, ബൈബിൾ വായന, ഇവിടെ പറഞ്ഞ എല്ലാ നിബന്ധനകളും പാലിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ പുതുക്കാൻ ഇവിടെ വന്നു. പുതുക്കാൻ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. എൻ്റെ ബ്രദറ് മസ്കറ്റിലാണ്. അപ്പം എന്നെ ടൂറിസ്റ്റ് വിസയിൽ മസ്കറ്റിലേക്ക് കൊണ്ടുപോയി. ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട് അവിടെ ചെന്ന് ഞാൻ കുറേ ആപ്ലിക്കേഷൻസൊക്കെ കൊടുത്തിട്ടും ഒന്നും ശരിയാവുന്നില്ല. അപ്പം ഞാൻ ആദ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പം അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, എനിക്കോ ഹസ്ബൻഡിനോ ഒരു എമൗണ്ട് വെച്ചിട്ട് ഇത്രയും എമൗണ്ട് ഉള്ളൊരു സാലറി ഉള്ളൊരു ജോലി കിട്ടണമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ ഒന്നും വന്നില്ല. ആപ്ലിക്കേഷനൊക്കെ അയച്ചു. ടൂറിസ്റ്റ് വിസ ആയതുകൊണ്ട് തന്നെ ആരും ജോബിനൊന്നും വിളിക്കുന്നില്ല. തിരിച്ച് ടൂറിസ്റ്റ് വിസ ഫിനിഷായി തിരിച്ച് വരുന്നതിൻ്റെ തലേന്നാണ് ഒരു സ്കൂളിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നത്. ഇതണക്ക് സെലക്ട് ആയിട്ടുണ്ട്, ജോബ് വിസ തരുന്നതായിരിക്കും. അപ്പം എനിക്ക് തിരിച്ച് നാട്ടിൽ വന്നാലേ ജോബ് വിസ കിട്ടുള്ളൂ. അപ്പോൾ ഈ എയർ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞിരുന്ന ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. 10 വർഷമായി ഞാൻ B.Ed എടുത്തിട്ട് 10 വർഷമായെങ്കിലും ഞാൻ 10 വർഷമായിട്ട് ജോലിക്ക് പോകുന്നില്ലായിരുന്നു. മോൻ സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ മോനെ നോക്കിയിരിക്കുമായിരുന്നു. ഈ 10 വർഷത്തിന് ശേഷമാണ് ഇത്രയും മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. തിരിച്ച് ഞാൻ നാട്ടിൽ വരുന്നു, വീണ്ടും ഫ്ലൈറ്റ് കയറി അവിടെ പോകുന്നു, ജോബ് വിസ കിട്ടുന്നു, വീണ്ടും ഒരു എക്സിറ്റ് കൂടി എടുത്ത് ഞാൻ ഫുൾ ഫ്ലൈറ്റിലായിരുന്നു. എയർ ലിഫ്റ്റിംഗ് എന്താണെന്ന് ആലോചിച്ചിരുന്ന എനിക്ക് ഞാൻ ഫുൾ ഫ്ലൈറ്റിലാണ്. 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഫ്ലൈറ്റിൽ പോയി. അവിടുത്തെ ഇന്ത്യൻ സ്കൂളല്ല, ഒമാനി സ്കൂൾ, മസ്കറ്റിലാണ് എനിക്ക് ജോലി കിട്ടിയത്. ഒമാനി സ്കൂളിലാണ്. ഒമാനി സ്കൂളിൽ അവിടെ എല്ലാവരും അറബിക്കാണ്, ഞാൻ മാത്രമേ ഉള്ളൂ മലയാളിയല്ല, ഇന്ത്യനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പാകിസ്ഥാൻ, ഈജിപ്ഷ്യൻ, ടുണേഷ്യ, അങ്ങനെ പല പല കൺട്രീസിലുള്ളവരാണ്. അപ്പം അവിടെ ചെന്നിട്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല. അത്രയ്ക്ക് പാടായിരുന്നു. എനിക്ക് അറബിക്ക് അറിയത്തില്ല, കുഞ്ഞുങ്ങളോട് എങ്ങനെ സംസാരിക്കണം എന്നറിയത്തില്ല. ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കാൻ ചെന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. തിരിച്ച് എനിക്ക് നാട്ടിൽ പോകണം. അപ്പം കുഞ്ഞിനെയും ഹസ്ബൻഡിനെയും വിട്ടിട്ടാണ് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. എൻ്റെ ബ്രദറും ഫാമിലിയും അവിടെ ഉണ്ടെങ്കിൽ പോലും ഞാൻ തിരിച്ച് എനിക്ക് ജോലി ശരിയാവില്ല എന്ന് വിചാരിച്ച് കരച്ചിലായി. അങ്ങനെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുക, എനിക്ക് മാതാവ് തന്നൊരു അവസരമാണിത്. മാതാവ് എനിക്കായിട്ടൊരു അവസരം തന്ന് ഞാനത് കളയണമോ വേണ്ടയോ? എല്ലാവരും പറഞ്ഞു നിനക്ക് പറ്റത്തില്ലെങ്കിൽ തിരിച്ച് വന്നോളൂ, നാട്ടിൽ തിരിച്ച് വന്നോളൂ, ആരും ഒന്നും പറയില്ല, തിരിച്ച് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് മാതാവ് തന്നൊരു അവസരമാണ്. അത് 10 വർഷത്തിന് ശേഷമാണ് ഞാനൊരു ജോലിക്കായിട്ട് ഇറങ്ങാൻ പോകുന്നത്. ഞാനിത് കളയണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. അപ്പം മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഈശോയുടെ പീഡാസഹനം. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, മാതാവ് എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും മകനെ പിരിഞ്ഞിരിക്കും, മകൻ്റെ ആ വേദന കണ്ടിട്ടും. ഞാൻ എപ്പോഴും കുഞ്ഞിലേ മുതലേ ഞാൻ മാതാവുമായിട്ട് ഒത്തിരി സംസാരിക്കുന്നതല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും മാതാവിനോട് പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. കാരണം എനിക്ക് അമ്മയില്ല, ഞാൻ അമ്മയെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനായിട്ട് ആരുമില്ലാതെ ഞാൻ എല്ലാം മാതാവിനോടാണ് ഇങ്ങനെ എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാര്യവും ഞാൻ മാതാവിനോട് ഷെയർ ചെയ്തു. മാതാവ് തന്ന ജോലിയാണോ, ഞാനിത് കളയണമോ, തിരിച്ച് നാട്ടിൽ പോകണോ? അപ്പം എനിക്ക് ഇതാണ്. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇല്ല, ഈശോയുടെ സഹനത്തോട് ഞാനിത് ചേർത്ത് വയ്ക്കുവാണ്, ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, അല്ലെങ്കിൽ എൻ്റെ ഒരു അക്കാഡമിക് ലൈഫിൽ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കമ്പ്യൂട്ടർ കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതിലെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതെല്ലാം ഞാൻ പെട്ടെന്ന് പഠിക്കുവാണ്. അതേപോലെ ഒമാനി സ്കൂളായതുകൊണ്ട് തന്നെ എല്ലാ മാസവും അവിടെ ഇൻസ്പെക്ഷന് വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടല്ല ക്ലാസ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മളെ തിരിച്ച് വരെ പറഞ്ഞു വിടാം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തലേന്നിരുന്ന് ഞാൻ ഫുൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി രാവിലെ എല്ലാവരും വരുന്നതിന് മുമ്പ് രാവിലെ പോയി ക്ലാസ്സിൽ ചുറ്റും വിതറും. ഞാൻ ഏത് ക്ലാസ്സിലാണോ ക്ലാസ് എടുക്കേണ്ടത് അവിടെ പോയി ഉടമ്പടി ഉപ്പ് വിതറും. മാതാവേ എൻ്റെ കൂടെ വരണേ, എനിക്കറിയത്തില്ല, അവരെന്താ പറയുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി ക്ലാസ് എടുത്ത് എല്ലാ ഇൻസ്പെക്ഷനും എനിക്ക് വെരി ഗുഡ് അവരെല്ലാം വെരി ഗുഡ് പറഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിയുമ്പോൾ എൻ്റെ റൂംമേറ്റ് ഒരു പാകിസ്ഥാനിയാണ്. അപ്പം റൂംമേറ്റ് എൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്താ ഈ ഡിഫറെൻറ്റ് കളർ മെഴുകുതിരി വെച്ച് ഈ പ്രാർത്ഥിക്കുന്നത്, സ്പെഷ്യൽ പ്രെയർ ആണോ എന്ന് ചോദിക്കും. ഞാൻ പറയും അതേ, സ്പെഷ്യൽ പ്രെയർ ആണ്. അപ്പോൾ അവൾ നോക്കുമ്പോൾ ഞാൻ ഗ്രീൻ ക്യാൻഡിൽ വയ്ക്കുന്നു, ബ്ലൂ ക്യാൻഡിൽ വയ്ക്കുന്നു,
അപ്പം അത് ചോദിക്കും, നിൻ്റെ ഗോഡ് ഭയങ്കര പവർഫുൾ ആണല്ലോ. ഞാൻ പറഞ്ഞു, അതേ പവർഫുള്ളാണ്, നിനക്കും എന്തെങ്കിലും സാധിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയും. അതിനുശേഷം അതിന് എന്തെങ്കിലും ഡിഫിക്കൽട്ട്, ഇത് കണക്ക് ഇൻസ്പെക്ഷനോ എന്തെങ്കിലും വരുമ്പോൾ എന്നോട് പറയും, നീ ഒന്ന് പ്രെയർ ചെയ്യണേ. അപ്പം ഞാൻ ഓക്കെ, ഞാൻ പ്രെയർ ചെയ്യുന്ന കണ്ടിട്ടാണ് അവർക്ക് വീണ്ടും വീണ്ടും അവർക്കും വിശ്വാസം വരാൻ തുടങ്ങി. ഞാൻ ഫസ്റ്റ് ചെല്ലുമ്പോഴൊന്നും അവർ പ്രാർത്ഥിക്കാനോ ഒന്നും മുൻകൈ എടുത്ത് ഇരിക്കത്തില്ല. അതായത് അവർ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഇടയ്ക്ക് മാത്രം ഒന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ ഈ പ്രാർത്ഥന കണ്ട് ഞാൻ രാവിലെയും വൈകിട്ടും എല്ലാം ഈ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് അവർക്കും കൂടെ ഇൻസ്പിറേഷൻ കയറിയിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന സാലറി അതിൻ്റെ ഇരട്ടിയാണ് മാതാവ് എനിക്ക് തന്ന് സഹായിച്ചത്. ഞാൻ ഇത്രേ വെച്ചോളൂ, എനിക്കോ ഹസ്ബൻഡിനോ ഇത്രേ എമൗണ്ടിൽ ഒരു സാലറി ഉള്ളൊരു ജോലിയെന്നേ ഞാൻ വെച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് മാതാവ് എനിക്ക് തന്ന് സഹായിച്ചത്. പിന്നെ എനിക്ക് വെയിലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം മൈഗ്രെയിൻ, അവിടെ 40-42 ഡിഗ്രിയൊക്കെയാണ് ചൂട്. ആ വെയിലത്ത് ചിലപ്പോൾ നമുക്ക് ബസ് ഡ്യൂട്ടി ഇടുമ്പോൾ നമ്മൾ ഈ വെയിലത്ത് വേണം കുഞ്ഞുങ്ങളുടെ കൂടെ ബസ്സിൽ പോകാനായിട്ട്. അതിനുശേഷം എനിക്ക് മൈഗ്രെയിൻ, ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ എപ്പോൾ മാറിയെന്ന് പോലും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഫുൾ ടൈം എന്ത് പ്രശ്നം വന്നാലും ഞാൻ മാതാവിനോടും ഈശോയോടും പറയും. മാതാവും ഈശോയും എൻ്റെ കൂടെ ഉള്ളതുപോലെയുള്ള അനുഭവമാണ്. ഞാൻ അവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഹോസ്റ്റലിൽ എല്ലാവർക്കും ഒരു റൂമിൽ 2 പേര് വെച്ച്. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ അവർക്ക് മനസ്സിലാവത്തില്ല. അവർ അറബിക്കോ ഹിന്ദിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ മലയാളത്തിൽ പോലും എനിക്ക് അവിടെ സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എല്ലാം മാതാവിനോടും ഈശോയോടുമാണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യണം, ഇന്നിങ്ങനെ സംഭവിച്ചു, നാളെ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം മാതാവ് എനിക്ക് ഉത്തരം തന്നുകൊണ്ടിരുന്നു. അത് ഏത് രീതിയിൽ എങ്ങനെയെങ്കിലും എന്നെ സഹായിച്ചിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം സംഭവിച്ചത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. ആദ്യത്തെ പുതുക്കലിലൊന്നും സംഭവിച്ചില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഉഴപ്പരുത്. എൻ്റേത് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴാണ് എനിക്ക് ഇത്രയും അനുഭവങ്ങളുണ്ടായത്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളൊരു കൊല്ലത്ത് തന്നെ ഒരു സംഘടനയുണ്ട്. അപ്പം അവിടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് പോയി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവർ അറിയിക്കും, കുട്ടികൾക്ക് ഇങ്ങനെ ഇത്രയും എമൗണ്ട് ആവശ്യമുണ്ട്, പാത്രത്തിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ആവശ്യമുണ്ട്, സ്കൂൾ ബാഗിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ എമൗണ്ട് ഇടും. പിന്നെ പത്രം, ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ എവിടെ പോയാലും ഒരു 5 പത്രം എൻ്റെ കയ്യിൽ കാണും. ഇവിടെ വന്ന് 3 കെട്ട് പത്രമൊക്കെ മേടിച്ചിട്ട് പോയി എവിടെ പോയാലും ഞാൻ ഈ പത്രമായിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഞാനത് ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട്, ചിലപ്പം ആരെങ്കിലുമായിട്ട് പോകുന്നതായിരിക്കും ഹോസ്പിറ്റലിൽ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഹോസ്പിറ്റലിൻ്റെ വാതിലിലും വരാന്തയിലും എല്ലാം നടന്ന് റോഡിലൂടെ ചിലപ്പോൾ എൻ്റെ മോനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നാണ് കൊടുക്കുന്നത്. നടന്ന് പോയി പത്രം കൊടുക്കും. പിന്നെ എനിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റാതെ ഞാൻ അവിടെ ഹോസ്റ്റലിൽ ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു കുട്ടി, അവരുടെ 2 മക്കളാണ്, അതിലൊരു കുഞ്ഞിന് സുഖമില്ലാത്തതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ അവൾക്കും കൂടെ ഉണ്ടാക്കും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് ഞാൻ അവളെ വിളിച്ച് പറയും, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരണ്ട, ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവൾക്കുള്ള ഫുഡും കൂടി ഞാൻ എടുത്ത്. പക്ഷേ അറബിക്കിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഫുഡ്, കാരണം അവർ കഴിക്കില്ല, നമ്മൾ എന്ത് കൊടുത്താലും അവർ കഴിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ എൻ്റെ കൂടെയുള്ള എൻ്റെ ആ പാകിസ്ഥാൻ കൊച്ചിന് ഞാനിങ്ങനെ ഫുഡ് ഉണ്ടാക്കി അവൾക്കും കൂടെ കൊണ്ടു കൊടുക്കും. എന്നിട്ട് ഞാൻ ഇതെല്ലാം പറയും, മാതാവേ ഈശോയെ അങ്ങയുടെ മഹത്വത്തിനായി ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ പ്രവൃത്തി. പേര് സുനി ജോസഫ്. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേരുംകുഴി സെൻറ്റ് ജോസഫ് ഇടവാംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 24/9/2023 പരിശുദ്ധ അമ്മ ഈശോ വഴി എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഈശോയെ മഹത്വപ്പെടുത്താനാണ് ഞാനിവിടെ ഈ പുണ്യഭൂമിയിൽ എത്തിയിരിക്കുന്നത്. ഞാൻ എന്നെ തന്നെ പറയാം, എന്നെക്കുറിച്ച് തന്നെ ഞാൻ പറയാം. എനിക്ക് വാദം എന്നൊരു രോഗം ഉണ്ടായിരുന്നു. 15 വർഷത്തോളം ഞാൻ ആ രോഗത്തിൻ്റെ അടിമയായിരുന്നു. എൻ്റെ വീട്ടിൽ എനിക്ക് ചുരുക്കം പറഞ്ഞാൽ പാത്രം പോലും കഴുകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. എൻ്റെ മക്കളാണ് ഇതെൻ്റെ ഭർത്താവ് ജോസഫ്. ഭർത്താവും മക്കളും കൂടിയാണ് എന്നെ സഹായിച്ചിരുന്നത്. നമ്മുടെ വിരലുകൾ, വാമവാദം എന്ന് പറയാൻ പറ്റില്ല, സന്ധിവാദം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു തരം വാദം, എന്ത് വാദം എന്ന് ഡോക്ടർമാർക്ക് പോലും പറയാൻ പറ്റാത്തൊരു വാദമായിരുന്നു. എനിക്ക് എണീറ്റ് നടക്കാൻ പോലും ചില നേരത്ത് പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ വേദനകൾ സഹിച്ച് ഞാൻ ജീവിച്ചു. 15 കൊല്ലത്തോളം ഞാൻ സഹിച്ചു. മരുന്നുകൾ പലതും ഞാൻ കഴിച്ചു. ഒന്നിലും എനിക്കൊരു മാറ്റം ഉണ്ടായില്ല. ഞാൻ ലാസ്റ്റ് എൻ്റെ അവസാനത്തെ അത്താണി എന്ന് പറയുന്നതാണ് ഞാൻ ഓടിയെത്തിയത് ഉടമ്പടി കൃപാസനത്തിലാണ്.
പരിശുദ്ധ അമ്മയുടെ പത്രം എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ പരിശുദ്ധ അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ അടുത്ത് വന്നു ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ആദ്യത്തെ പുതുക്കലോട് കൂടി തന്നെ എൻ്റെ വേദനകൾക്കൊക്കെ മാറ്റം വന്നു. മരുന്നുകളൊക്കെ ഞാൻ കുറച്ചു. മരുന്നുകൾ കഴിച്ചാൽ എനിക്ക് ലിവറിന് കംപ്ലയിൻറ്റ് വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ ഗുളികൾ സ്ഥിരം അഡിക്റ്റായി കഴിഞ്ഞാൽ ലിവർ സിറോസിസ് വരും, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ അത് പേടിച്ചുകൊണ്ട് അത് കിഡ്നിക്ക് കംപ്ലയിൻ്റ് ആവും അങ്ങനെ പറഞ്ഞ് പേടിച്ചതുകൊണ്ട് ഞാൻ ഗുളികളൊക്കെ കുറേശ്ശെ നിർത്താൻ തുടങ്ങി. പിന്നെ മാതാവിൻ്റെ ഉപ്പ്, തേന്, വിശുദ്ധ തൈലം മാത്രം ഉപയോഗിച്ച് ഞാൻ ജീവിക്കാൻ തുടങ്ങി. എൻ്റെ കുടുംബത്തിലെ സർവത്ര പണികളും ഞാൻ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ആരോഗ്യം എനിക്ക് വീണ്ടും തന്നു. 90% എൻ്റെ രോഗത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടി. ഇപ്പോൾ 10% എൻ്റെ രോഗം എനിക്ക് മാറി കിട്ടിയില്ലെങ്കിലും എനിക്ക് വിഷമമില്ല. എൻ്റെ പരിശുദ്ധ അമ്മ ഈശോയെ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് നൽകി. ആ 10% മാറാതിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തെന്ന് വെച്ചാൽ ഈശോയെ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് അതിൽ കൂടെ തന്നതാണ്. എൻ്റെ രോഗം വഴിയാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് എത്തിപ്പെട്ടത്. എൻ്റെ വീട്ടിൽ എൻ്റെ മോൻ ജോലിക്ക് പോയപ്പോൾ അവൻ വീട്ടിലില്ല. ചേട്ടൻ ഡ്രൈവറാണ്. ചേട്ടൻ രാത്രി വണ്ടിയെ പോയി, ആ വീട്ടിലില്ല. മോള് ഹോസ്റ്റലിൽ പഠിക്കാൻ പോയി. 2 വർഷക്കാലം ഞാൻ തന്നെയാണ് വീട്ടിൽ നിന്നത്. അപ്പോൾ ആരുമില്ല കുരിശ് വരയ്ക്കാനും പ്രാർത്ഥിക്കാനും, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മടിയാണ് കുരിശ് വരയ്ക്കാൻ. തന്നെയല്ലേ എങ്ങനെയാണ് കുരിശ് വരയ്ക്കാൻ? 5 രഹസ്യം ചൊല്ലണം, ലുത്തിന് ചൊല്ലണം, തൊണ്ടടഞ്ഞു പോകും എനിക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഉടായ്പ് കാണിക്കും. നമ്മുടെ ജോസഫച്ചൻ പറഞ്ഞതുപോലെ ഉടായ്പ് കാണിച്ച് ഒരു രഹസ്യം ചൊല്ലി, ലുത്തിനെ ചൊല്ലി, കുരിശ് വരച്ച് ഞാൻ അവസാനിപ്പിച്ച് ഞാൻ പോയി കിടക്കും. എനിക്ക് അന്നും ഇന്നും ഒരു കൂട്ടുള്ളതാണ് എൻ്റെ മാതാവിൻ്റെ കൊന്ത ജപമാല. അത് പിടിച്ചുകൊണ്ട് ഞാൻ രാത്രി കിടന്നുറങ്ങും. അതിൽ നിന്ന് എനിക്ക് എൻ്റെ മാതാവ് ഈശോയിലൂടെ കുരിശ് വരയ്ക്കാൻ എന്നെ പഠിപ്പിച്ചു, പ്രാർത്ഥന ചൊല്ലാൻ എന്നെ പഠിപ്പിച്ചു, വിശുദ്ധ കുർബാന വിശ്വാസത്തോടു കൂടി കാണുവാൻ എന്നെ പഠിപ്പിച്ചു. ശരിക്കും പരിശുദ്ധ അമ്മ എന്നെ ഈശോയിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. തിരുഹൃദയം എന്ന രൂപം എൻ്റെ വീട്ടിലുണ്ടെങ്കിലും ഞാൻ അതുമേക്ക് നോക്കാറില്ല. ഞാനൊരു ക്രിസ്ത്യാനിയാണ് സത്യത്തിൽ. 47 വയസ്സായി എനിക്ക്. ഈ 47 വയസ്സിൻ്റെ ഉള്ളിൽ ഈ 46ാമത്തെ വയസ്സിലാണ് ഞാൻ ഈശോയെ തിരിച്ചറിഞ്ഞത്. ഈ മാതാവിൻ്റെ തിരു ഹൃദയം എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മയാണ് ചൂണ്ടി കാണിച്ചു തന്നത്. പരിശുദ്ധ അമ്മേനെ നോക്കിയിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നുള്ളൂ. ചെറുപ്പം മുതലേ പരിശുദ്ധ അമ്മയോടാണ് എനിക്ക് സ്നേഹം. ഈശോയെ ഞാൻ നോക്കാറില്ല. തിരുഹൃദയത്തിൻ്റെ രൂപം എൻ്റെ വീട്ടിലുണ്ടെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാനൊരു ദിവസം കുർബാനയ്ക്ക് പോയപ്പോൾ, ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കുർബാനയ്ക്ക് പോയപ്പോൾ വിശുദ്ധ കുർബാന ഞാൻ ആത്മാർത്ഥമായി കാണാൻ എന്നെ മാതാവ് എനിക്ക് കൃപ തന്നായിരുന്നു ഈശോയിലൂടെ. ആ കുർബാന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാന ബലി അർപ്പിക്കുന്ന സമയം, വിശുദ്ധ കുർബാന മുറിയപ്പെടുന്ന ഒരു സമയമുണ്ട് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ. ആ സമയത്ത് ഞാൻ ഈശോയുടെ കുരിശുമേലേക്ക് നോക്കി. ഞാൻ ഈശോയുടെ എല്ലാ പള്ളികളിലും ഉണ്ടല്ലോ ഈ കുരിശുമ കിടക്കുന്ന ഈ രൂപം. അന്ന് തൊട്ട് ഞാൻ വിശുദ്ധ കുരിശുമേക്ക് നോക്കിയിട്ട് കുർബാന ബലി അർപ്പിക്കാറ്. ആ ബലി അർപ്പിക്കുമ്പോൾ ഞാൻ ആ ഈശോയുടെ ശരീരം മുറിക്കുന്ന നേരത്ത് ഞാൻ ഈശോയെ ശരിക്കും ഞാൻ ആ കുരിശുമേൽ കണ്ടുപോയി. ഞാൻ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഞാൻ എങ്ങനെയാണ് ആ കുർബാനയിൽ അവിടെ നിന്നതെന്ന് എനിക്കറിയില്ല. ഈശോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി ആ കുരിശുമേൽ കിടക്കുന്നതായിട്ടാണ് ഞാൻ കാണപ്പെട്ടത്. ആ നേരത്തെ എൻ്റെ കണ്ണിൽ നിന്ന് ഞാൻ കരയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ കുർബാന അർപ്പിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ശരിക്കും ജീവനുള്ള ഈശോയെ കുരിശുമേൽ ഞാൻ കണ്ടു. അന്നാണ് എനിക്ക് മനസ്സിലായത് ഈശോ ശരിക്കും വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുള്ള ബോധ്യം എനിക്ക് വന്നത്. ഞാനൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ കുർബാനയൊന്നും അല്ല, നമ്മുടെ മനസ്സ് പല വിചാരങ്ങളാണ്. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് എല്ലാം നമുക്ക് വിചാരങ്ങളാണ്. പക്ഷെ ഇപ്പോൾ അന്നു മുതൽ ഞാൻ ഇന്ന് വരെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ആ കുരിശുമേൽ നോക്കി നിന്നുകൊണ്ട് മാത്രം ഞാൻ ബലി അർപ്പിച്ചിട്ടുള്ളൂ. എൻ്റെ സങ്കടങ്ങൾ എൻ്റെ ഈശോയോട് ഞാൻ പറയാൻ തുടങ്ങി. ഈശോയോടുള്ള സ്നേഹം മാതാവായിട്ട് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അതുപോലെ തന്നെ എൻ്റെ ഈ രോഗത്തിൽ നിന്ന് എൻ്റെ മൈഗ്രെയിൻ തലവേദന 20 വർഷമായിട്ടുള്ള എൻ്റെ മൈഗ്രെയിൻ തലവേദന. ഈ മൈഗ്രെയിൻ തലവേദന വന്നു കഴിഞ്ഞാൽ എനിക്ക് വെളിച്ചം കാണാൻ പാടില്ല, മക്കൾ സംസാരിക്കുന്നതോ ചേട്ടൻ സംസാരിക്കുന്നതോ കാണാൻ പാടില്ല, വെയിൽ കൊണ്ടാൽ ഭക്ഷണം കഴിക്കാതിരുന്നാലൊക്കെ വരും. എനിക്ക് അങ്ങനെ വെളിച്ചത്തിൽ ഇരിക്കാൻ പറ്റും, ടി വിയിൽ ശബ്ദം കേൾക്കാൻ പാടില്ല. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ട്. ഛർദി വരും. പലപ്പോഴായിട്ട് എന്നെ ഓട്ടോറിക്ഷ വിളിച്ച് തൃശ്ശൂരൊക്കെ കൊണ്ടുപോയി എന്നെ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്, ഡോക്ടർമാരെ കണ്ട് ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. ഗുളിക കഴിച്ചാലൊന്നും നിൽക്കില്ല. അതുപോലത്തെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു മൈഗ്രെയിൻ തലവേദനയായിരുന്നു എനിക്ക്. പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത വിശുദ്ധ തൈലം പുരട്ടിയതിന് ശേഷം ആ മൈഗ്രെയിൻ തലവേദന എനിക്ക് മാറിക്കിട്ടി. അതുപോലെ തന്നെയായിരുന്നു അലർജി രോഗം. തുമ്മൽ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് തുമ്മൽ, മൂക്കിൽ നിന്ന് ഒഴുക്കുക, കണ്ണുകടി, അങ്ങനെ ആകെ അസ്വസ്ഥതകളായിരുന്നു. നമുക്ക് തീ കത്തിച്ച് അടുപ്പിൽ രാവിലെ എണീറ്റ് തീ കത്തിച്ച് പിള്ളേർക്ക് മരുന്ന് വിടാനുള്ള ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമായിരുന്നു. പരിശുദ്ധ അമ്മ ആ രോഗവും എനിക്ക് എന്നിൽ നിന്ന് മാറ്റിത്തന്നു. അതുപോലെ തന്നെ ഇതെൻ്റെ ചേട്ടൻ ഭർത്താവാണ് ജോസഫ് ചേട്ടൻ. ഒരു ദിവസം
എന്നെക്കുറിച്ച് പറഞ്ഞത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന, എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുകയാണ് ഞാൻ. അതുപോലെ തന്നെ ചേട്ടൻ ഒരു ദിവസം പണിയൊക്കെ കഴിഞ്ഞ് വണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ചേട്ടൻ്റെ ചെരുപ്പ് തെറ്റി താഴെ വീണു, കൈ കുത്തി വീണു. അപ്പോൾ ചേട്ടൻ്റെ ഷോൾഡർ തെന്നി ഇറങ്ങിപ്പോന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഓടി ജില്ലയിലേക്ക് പോയി, തൃശ്ശൂർ ജില്ലയിൽ പോയി. അവിടെ നിന്ന് പറ്റില്ലെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ വലിച്ചിട്ട് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ കൈ ബെൽറ്റ് ഇട്ട് തന്നു വിട്ടു. ബെൽറ്റ് ഇട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ചേട്ടൻ മരിച്ചു. അപ്പോൾ ആ ബെൽറ്റ് കൂരി വെച്ചു. അതിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ പിന്നെ ബെൽറ്റ് ഇട്ടില്ല. പിറ്റേ ദിവസം ജോലിക്ക് പോയി തുടങ്ങി. ആളിപ്പോൾ പോകുന്നത് വേറെ വണ്ടിയിലാണ്, പച്ചക്കറി വണ്ടിയല്ല. അതുകൊണ്ട് ആ വണ്ടിയിൽ പണിയെടുക്കണം, ഭാരമുള്ള പണിയായിരുന്നു. ആൾക്ക് ആ കൈ അനക്കാൻ പറ്റാതായി. പിന്നെ ഈ വലത്തെ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതായി. ഇടത്തെ കൈ കൊണ്ടാണ് ആളെല്ലാ പണികളും ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ആ ഡോക്ടർമാരെ കണ്ടപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, ഇവിടുത്തെ എല്ലിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് തീർന്നു പോയി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ പിന്നെ പോയില്ല. പിന്നെ ആയുർവേദം കാണിച്ച് നോക്കി. ആയുർവേദം കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് 15,000 രൂപ ഉഴിച്ചിൽ, തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുന്ന പറഞ്ഞ്. അത് കേട്ടപ്പോഴും ഞങ്ങൾ പോയില്ല. ചേട്ടന് മരുന്ന് കഴിക്കുന്ന കാര്യത്തിൽ താല്പര്യമില്ല, അത് ഇഷ്ടമല്ല ചേട്ടന്. ചേട്ടൻ്റെ സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ കുരിശ് വരയ്ക്കാറില്ല, പ്രാർത്ഥിക്കാറില്ല. പള്ളിയിൽ പോകേണ്ട കാര്യത്തിൽ മടിയാണ് ചേട്ടന്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ചീത്ത പറയും, കളിയാക്കും. മാതാവിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണെങ്കിലും എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പല രീതിയിലും ആൾ വേദനിപ്പിക്കാറുണ്ട് എന്നെ. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. ഞാനപ്പോൾ ചേട്ടന് ഇത് പറ്റിയപ്പോൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടനെ ദൈവം വിശദീകരിക്കുന്നതാണ് എനിക്ക് തോന്നിയത്. സത്യത്തിൽ ഞാൻ ചേട്ടനോട് ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക, ചേട്ടൻ വായോ, ചേട്ടൻ നമ്മൾ കുരിശ് വരയ്ക്കാൻ മെഴുകുതിരി കത്തിച്ച് മുട്ട് കുത്തി കഴിഞ്ഞാൽ ചേട്ടൻ പീടിയും കത്തിച്ചുകൊണ്ട് പുറത്തോട്ട് പോകുന്ന ടീമാണ് ആൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ വായോ, കുരിശ് വരയ്ക്കാനിരിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് പറയും, പരിശുദ്ധ അമ്മയോട് നമുക്ക് പറഞ്ഞാൽ ഈശോയിൽ നിന്ന് വാങ്ങിത്തരും. ചേട്ടൻ്റെ കൈ പൊക്കാൻ പറ്റും. ചേട്ടൻ്റെ കൈ കക്ഷം പൊക്കി ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഈ വലത്തെ കൈ കൊണ്ട്. അങ്ങനെ ചേട്ടൻ കുരിശ് വരയ്ക്കാൻ വന്ന് മുട്ടുകുത്തി നിൽക്കാൻ, പ്രാർത്ഥിക്കാൻ തുടങ്ങി, രഹസ്യങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ഞായറാഴ്ച ദൂളിൽ ദിവ്യബലിക്ക് പോകാൻ തുടങ്ങി. ആൾ രാവിലെ പോയാൽ ആൾ തൃശ്ശൂർ മ്യൂസിയത്തിലാണ് ഇല കൊടുക്കണ വണ്ടിയിലാണ് പണിയണം. അപ്പോൾ ആൾക്ക് എല്ലാ ദിവസവും ജോലിക്ക് പോകണം. അപ്പോൾ ഞായറാഴ്ച അവധി ഒഴിവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞങ്ങളുടെ അടുത്തുള്ള ഇടവകയിൽ വിശുദ്ധ കുർബാനയുണ്ട് 6 മണി തൊട്ട് 7 മണി വരെ. ഞാൻ പറയും വന്ന് കുളിച്ച് ഡ്രസ്സ് മാറി കുർബാനയ്ക്ക് ഞാൻ പറഞ്ഞു വിടാൾ പോകും. കുർബാനയ്ക്ക് മുടക്കമില്ലാതെ എല്ലാ ഞായറാഴ്ചകളും പോകാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, കുമ്പസാരിക്കാൻ തുടങ്ങി. അതൊക്കെ എനിക്ക് ദൈവം തന്ന ഒത്തിരി അനുഗ്രഹമാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതുവഴി ഇപ്പോൾ 6 മാസം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം സ്ഥിരം രാവിലെയും ഞാൻ ചേട്ടൻ കുളിച്ച് ജോലിക്ക് പോകുമ്പോൾ കയ്യുമേയും നെറ്റിയുമേയും കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് കൊടുത്തു വിടും. കുരിശ് വര കഴിയുമ്പോഴും ഞാൻ ചേട്ടൻ്റെ കയ്യുമേയും നെറ്റിയുമേയും കുരിശ് വരച്ച് ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് ഉപ്പും ഞാൻ കൊടുക്കുമായിരുന്നു ചേട്ടന്. ഇപ്പോൾ ചേട്ടൻ്റെ കൈ ഫുള്ളായിട്ട് വലത്തെ കൈ മുകളിലേക്ക് പൊക്കി ചേട്ടന് ഈശോയുടെ രൂപം തൊടാൻ പറ്റും. ആദ്യം രൂപം ഇരിക്കുന്നിടത്ത്, നമ്മുടെ തിരുസ്വരൂപം ഇരിക്കുന്നിടത്ത് ഈശോയുടെ രൂപം നമ്മൾ വീടുകളിൽ വെക്കുമല്ലോ, അവിടെ തൊട്ടുമുത്താൻ ചേട്ടന് പറ്റില്ലായിരുന്നു. ഇപ്പം എൻ്റെ ചേട്ടൻ്റെ കൈ പൊക്കി. എനിക്ക് ഒത്തിരി സങ്കടമായിരുന്നു എൻ്റെ ചേട്ടൻ്റെ കൈ പൊന്താതെ വന്നപ്പോൾ. വലത്തെ കൈയുടെ ബലം കൂടി ചേട്ടൻ ഇടത്ത കൈക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഇടത്ത കൈ ശോഷിച്ചു പോണ പോലത്തെ അവസ്ഥയായിരുന്നു വന്നത്. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു രാവിലെ, അമ്മയുടെ പേര് മേരി എന്നാണ്, എൻ്റെ പേര് മേരി എന്നാണ്, ചേട്ടൻ്റെ പേര് ജോസഫ് എന്നാണ്, ഔസപിതാവിൻ്റെ പേര് ജോസഫ് എന്നാണ്. ഔസപിതാവിന് ഒരു ദിവസം ആശേരി പണിക്ക് പോകാൻ പറ്റാതെ വന്നാൽ മാതാവിന് സങ്കടം ഉണ്ടാവില്ലേ? അതുപോലെയല്ലേ എനിക്കും എൻ്റെ മക്കളും. എൻ്റെ മോളുടെ കല്യാണം ആവാറായുള്ള കാര്യങ്ങൾ ഓടിക്കണം, മോന് ജോലിയായി വന്നിട്ടുള്ളൂ. അപ്പോൾ ചേട്ടൻ പോയാലേ കുടുംബത്തെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നൊരവസ്ഥയാണ്. എനിക്കും പറ്റാവുന്ന രീതിയിൽ ഞാൻ പോകും, എന്നാലും ചേട്ടൻ പോയാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ചേട്ടന് കൈ പൊക്കാൻ പറ്റിയാൽ ഞാൻ മാതാവിൻ്റെ തിരുസന്നിധിയിലും ചേട്ടനെ കൊണ്ട് നിർത്തിക്കൊണ്ട് സാക്ഷ്യം പറയിക്കുമെന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു ഞാൻ വരാടി, ഞാൻ വരാം, നിൻ്റെ കൂടെ ഞാൻ വരാം. ഞാൻ പറഞ്ഞില്ല ഞാൻ നിൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, വന്ന് എൻ്റെ കൂടെ നിന്ന് മാതാവിനെ മഹത്വപ്പെടുത്തിയാൽ മതി, ഈശോനെ മഹത്വപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രി ഞാൻ എൻ്റെ അമ്മ അപ്പുറത്തെ വീട്ടിൽ തറവാട്ടിലാണ്. അമ്മ തീരെ വയ്യാതെ കിടക്കുമായിരുന്നു. അപ്പോൾ അമ്മേരെ അടുത്ത് പോയി ഞാൻ അമ്മേനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അമ്മയ്ക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് ഞാൻ കയറി വരുമ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞ വാക്ക് ഞാൻ കേട്ടിട്ട് ഞാൻ എൻ്റെ മനസ്സാകെ നിറഞ്ഞു പോയി. ചേട്ടൻ പറയുന്നത് എനിക്കൊരു അത്ഭുതം കാണണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ്റെ വലത്ത് കൈ പൊക്കി എന്നോട് പറയാൻ, നോക്കടി നീ എൻ്റെ വലത്ത് കൈ ഫുള്ളായിട്ട് പൊക്കാൻ എനിക്ക് പറ്റും. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മുടെ ഈശോയുടെ രൂപം ഒന്ന് തൊട്ട് കാണിച്ചതെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് മനസ്സുകൊണ്ട് ഇതാവാൻ പറ്റുന്നില്ല. അപ്പം ചേട്ടൻ ഫുള്ളായിട്ട് ഈശോയുടെ തിരുസ്വരൂപം തൊട്ട് മോള് കൈ പൊക്കി ആൾ തൊട്ട് മുത്തി പ്രാർത്ഥിച്ചു. ഞാൻ അപ്പം തന്നെ ഈശോയുടെ മുട്ടുകുത്തി ഈശോയെയും മാതാവിനെ ഞാൻ മഹത്വപ്പെടുത്തി. ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടായിരുന്നു ഒരു ചേട്ടൻ്റെ 2 കൈയും തളർന്നു പോയാൽ എനിക്കത് കാണാൻ പറ്റില്ല എന്നൊരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ അതെനിക്ക് നടത്തി തന്നു. ഇതിൽ വലിയ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോന് ജോലിയുടെ കാര്യമൊക്കെ അത് മോൻ വരാത്തത് കൊണ്ട് എനിക്കിവിടെ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ
ഞാൻ സുവിശേഷം വായിക്കാൻ എല്ലാ ദിവസവും സുവിശേഷം വായിക്കും. സുവിശേഷം വായിച്ച് മുഴുവനാവാറായി. അതുപോലെ തന്നെ ഞാൻ സുവിശേഷം എഴുതുന്നുണ്ട്. മത്തായി തൊട്ട് യോഹന്നാൻ്റെ 17 അധ്യായം വരെ എത്തി. ഈ ഡിസംബറിന് മുന്നേ എഴുതി അവസാനിപ്പിക്കണം എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് ഇവിടെ വന്ന് പത്രം വാങ്ങും. ഞാൻ 3 മാസം കൂടുമ്പോൾ ഞാൻ വരും, അല്ലെങ്കിൽ ഇവിടെ വരുന്നവരുടെ കൂടെ ഞാൻ പത്രം വാങ്ങിച്ച് ഞാൻ എല്ലായിടത്തും പോയി വിതരണം ചെയ്യും. ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളൊന്നുമില്ല, ഞാൻ എല്ലാവരുടെ അടുത്തും പോയി പറഞ്ഞു, മാതാവിനെ പറ്റി പറഞ്ഞ് എനിക്ക് കിട്ടിയ അത്ഭുതങ്ങൾ പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കും. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഞാൻ ആശ്രമങ്ങൾ സന്ദർശിക്കാറുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പ്, ഞങ്ങൾക്ക് ചേരുംകുഴി ഭാഗത്തൊരു കൃപാസന മക്കൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് വഴി ഞങ്ങളെല്ലാം 30-35 പേരോളം ചേർന്ന് ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും. ഒരാളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങൾ 35 പേരെ കൊണ്ട് ചെയ്യും. ഒരുവിധം ആശ്രമങ്ങളിലും ഞങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് കയറി ചെന്ന് എന്താ വേണ്ടതെന്ന് വെച്ച് ചോദിച്ച് വാങ്ങിച്ച് ഞങ്ങൾ കൊടുക്കും. പൈസയാണെങ്കിൽ പൈസ കൊടുക്കും. അതുപോലെ തന്നെ വീടുകളിലേക്ക് ഞങ്ങൾ ചെല്ലി രോഗികളെ കാണും, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കൊടുക്കും. ഇത്രയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്ന, ഈശോ തന്ന അനുഗ്രഹങ്ങൾ. ഇത്രയും കാരുണ്യ പ്രവൃത്തികളാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പൊതിച്ചോറ് കെട്ടി, എത്ര വയ്യേലും നമുക്ക് പൊതിച്ചോറ് കെട്ടി കൊണ്ടുപോകുന്ന ദിവസമായിരിക്കും എനിക്ക് തളർച്ച, ക്ഷീണമൊക്കെ തോന്നുക. പക്ഷെ അതൊക്കെ ഞാൻ വിട്ട് ഈശോയ്ക്ക് കൊടുത്തിട്ട് ഞാൻ പറയും, ഈശോയ്ക്കാണ് ഞാൻ ഈ ചോറ് കൊണ്ടുവന്ന് തരണത്. പരിശുദ്ധ അമ്മയുടെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ചോറ് പൊതിഞ്ഞ് കെട്ടണത്. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അമ്മ തന്നെ എല്ലാം പാകം ചെയ്ത്, അമ്മ തന്നെ പാക്ക് ചെയ്ത്, അമ്മ തന്നെ എൻ്റെ കൂടെ വരണം, അത് കൊണ്ടു കൊടുക്കണം. ഈശോയ്ക്ക് ഞാനത് കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ എൻ്റെ കൈകൾ കൊണ്ട് കൊടുക്കാനുള്ള ബലം തരണം. ചിലപ്പോൾ അന്ന് എനിക്ക് തലയൊക്കെ കറങ്ങും ബസ് കയറുമ്പോൾ, പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. അതുകൊണ്ട് പൊതിച്ചോറ് കൊണ്ട് ഞാൻ തൃശ്ശൂർ പോകും. അവിടെ ബസ് സ്റ്റാൻഡിൽ കാണുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുക്കും, എന്നെ കൊണ്ടാവുന്ന സഹായം. പണ്ടെന്ന് പറയുന്നത് ഞാൻ ഈ രോഗം കാരണം എന്നെ മാത്രം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ, മറ്റുള്ളവരൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. സത്യത്തിൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ. ഇപ്പം ഞാൻ അങ്ങനെയല്ല. എൻ്റെ വിഷമം എനിക്കൊന്നുമല്ല എന്ന് ഇപ്പം എനിക്ക് തോന്നി തുടങ്ങി. ഓരോ ആശ്രമങ്ങളിൽ ഓരോ രോഗികളുടെ അടുത്ത് ഞാൻ ചെല്ലുമ്പോൾ അവിടെ കിടക്കുന്ന രോഗികളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മാതാവും ഈശോയും എന്നെ പഠിപ്പിച്ചത്, ഞാനൊന്നുമല്ല സത്യത്തിൽ. മറ്റുള്ളവരുടെ രോഗം കാണുമ്പോൾ ഞാൻ ഏറ്റവും ഭാഗ്യം ചെയ്തവളാണ് ഈ ഭൂമിയിൽ. ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കാലും കൈയില്ലാത്തവർ, എന്താ പറയുക, തളർന്ന് കിടക്കുന്ന, ഒന്നിനും കഴിവില്ലാത്ത, എന്താ പറയുക, അത്രയും അവസ്ഥയിൽ കിടക്കുന്ന ഓരോരുത്തരെ കാണുമ്പോൾ ദൈവം നമുക്ക് തന്ന സൗഭാഗ്യത്തെ ഓർത്ത് ഞാൻ ഈശോയോട് ഒത്തിരി നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഇനിയും ഞാൻ എൻ്റെ ജീവിതം വരെ ഉടമ്പടിയിലായിരിക്കും, എൻ്റെ കുടുംബവും ഉടമ്പടിയിലായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ മോളുടെ കല്യാണമാണ്. ഞാൻ മാതാവിനും ഈശോയിനും കൂട്ട് വിളിച്ചു കൊണ്ട് പോകാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതും കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് നൽകിയത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും. ധന്യ, ഞാൻ തവളപ്പാറയിൽ നിന്നാണ് വരുന്നത്, അങ്കമാലിക്കടുത്ത്. ഞാൻ ജർമ്മനിയിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുക. എനിക്ക് ഈ പരിശുദ്ധ അമ്മ മാതാവിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് കിട്ടിയ ഒരു സാക്ഷ്യം പറയാനായിട്ട് കുറച്ച് വൈകിപ്പോയി. അതിന് ഈശോയോടും അമ്മയോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ 2020 മുതൽ ജർമ്മൻ പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ എക്സാം പാസ്സാവാനൊക്കെ ആയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ B2 ഒക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തായിരുന്നു. അതിൻ്റെ സാക്ഷ്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഞാൻ B2 ക്ലിയർ ചെയ്ത് ഞാൻ നവംബറിലാണ് 2022 നവംബറിലാണ് ഞാൻ എൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഒരു 3 മന്ത്സിനുള്ളിൽ എൻ്റെ വിസ വന്നു. ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഈശോയുടെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊരു ഡേറ്റ് കാണിച്ചു തന്നായിരുന്നു മനസ്സിൽ, മാർച്ച് 15 എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തും പറഞ്ഞു, മാർച്ച് 15 എനിക്കൊരു ഡേറ്റ് കാണിച്ചു തരുന്നുണ്ട്, അപ്പോൾ എനിക്ക് അന്ന് തന്നെയായിരിക്കും എൻ്റെ വിസ അടിച്ച് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ മാർച്ച് 15 കഴിഞ്ഞു, അപ്പോൾ എൻ്റെ വിസ വരുന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നീ പറഞ്ഞല്ലോ മാർച്ച് 15 എന്നിട്ട് എവിടാ വിസ എവിടാന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വിസ വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പാസ്പോർട്ടിൽ നോക്കുമ്പോൾ എൻ്റെ വിസ അടിച്ചേക്കുന്ന ഡേറ്റ് മാർച്ച് 15. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ ഞാൻ ജർമ്മനിക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ എല്ലാം ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ആകെ ഡെസ്പായിപ്പോൾ. ഞാൻ വിചാരിച്ചു എന്നെ എല്ലാവരും കൂടെ ചതിച്ചതാണ്. കാരണം ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പഴയ ബിൽഡിങ്, അതായത് നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന ഒരു ജർമ്മനി അല്ല ഞാൻ അവിടെ ചെന്നിട്ട് കണ്ടു. അപ്പം എനിക്ക് ഭയങ്കര ഡെസ്പായിപ്പോയി. അപ്പം ഞാൻ എല്ലാവരെയും വിളിച്ച് പരാതിയൊക്കെ പറഞ്ഞു, മാതാവിനോടും പറഞ്ഞു, എന്നെ ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്നെ ഇവിടെയാണല്ലോ കൊണ്ടെത്തിച്ചതെന്ന് ഓർത്ത്. അത് കഴിഞ്ഞ് പിന്നെയാണ് എനിക്ക് അതിൻ്റെ ബോധം വരുന്നത്.
എനിക്ക് ഒരു ഗവൺമെൻറ് സെക്ടറിലുള്ള ഒരു സ്ഥലത്താണ് എനിക്ക് ജോബ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ എനിക്കത് അതിനെപ്പറ്റിയൊന്നും വിവരമില്ലായിരുന്നു, അറിയില്ലായിരുന്നു ഒന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴാണ് എന്തിനാണ് മാതാവ് എന്നെ അവിടെ തന്നെ കൊണ്ടെത്തിച്ചത്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാനൊരു ഇന്ത്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സംസാരിക്കാനും. ഇംഗ്ലീഷും ആരും സംസാരിക്കത്തില്ല, ഓൺലി ജർമ്മൻ മാത്രമേ എല്ലാവരും സംസാരിക്കത്തുള്ളൂ. മലയാളം സംസാരിക്കാൻ ആരുമില്ല. ഞാൻ അറിയുന്നത് ഒരു കുട്ടി മാത്രമേ മലയാളി ആ ഏരിയയിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കറിയാം എന്തിനാണ് മാതാവ് എന്നെ അവിടെ എത്തിച്ചതെന്നുള്ളത് ഇപ്പോൾ എനിക്കറിയാം. അതുപോലെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് 2 വർഷമായി. ഞാൻ അവിടുത്തെ രജിസ്ട്രേഷന് വേണ്ടി, അതായത് രജിസ്റ്റേർഡ് നേഴ്സ് ആവാനുള്ള എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയാം ആ എക്സാം എത്ര ടഫാണെന്നുള്ള കാര്യം. അതാകെ 2 അറ്റംപ്റ്റേ ഉള്ളൂ നമുക്ക്. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ഓറൽ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എക്സാമിൻ്റെ സെൻറ്റർ എനിക്ക് കിട്ടി. ഞാൻ ആ എക്സാമിൻ്റെ തലേ ദിവസം ഞാൻ ആ എക്സാം സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് പിറ്റേന്ന് എക്സാമിന് ചെന്ന് തൈലം പുരട്ടി കാശ് രൂപമൊക്കെ ആയിട്ട് പോയി ഞാൻ അതായത് എക്സാം ഹാളിൻ്റെ ഫ്രണ്ടിൽ പിന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ ചെന്ന് എനിക്ക് പേപ്പർ കിട്ടിയപ്പോൾ ആ ഡിസീസ് കണ്ടീഷൻ വന്നേക്കുന്നത് എൻ്റെ കസിനുള്ള, എൻ്റെ ഫാമിലി മെമ്പറിനുള്ള തന്നെ ഒരു ഡിസീസ് കണ്ടീഷനാണ്. എക്സാക്റ്റ് അതേ ഏജ്, അതേ ഡിസീസ് കണ്ടീഷൻ, എല്ലാം അവർക്കുള്ള എല്ലാ ആ സൈൻസ് ആൻഡ് സിംറ്റംസ് അങ്ങനെ തന്നെ എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പം ഞാൻ അവരുടെ അടുത്ത് നമ്മൾ ഇത് ആൻസർ പറയുന്നതിൻ്റെ സമയത്ത് സ്റ്റാർട്ടിങ്ങിലെ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ഫാമിലി മെമ്പറിനുണ്ട് ഇതേ സെയിം ഡിസീസ് കണ്ടീഷൻ എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ബ്ലാങ്ക് ആയിപ്പോയി. കാരണം എനിക്ക് പെട്ടെന്ന് അവരെ പറ്റി ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സങ്കടം വന്നു. ഞാൻ എക്സാമിന് കരയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് ആ എക്സാമിനർ ഇങ്ങോട്ട് പറയുക, നീ ഡിസീസ് കണ്ടീഷനെ പറ്റി ആലോചിക്കേണ്ട, നിൻ്റെ ഫാമിലി മെമ്പറിനുണ്ടല്ലോ, അപ്പം നീ അത് വെച്ചിട്ട് അത് വെച്ച് പറയാൻ പറഞ്ഞു. ഞാൻ ആ എക്സാമിന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ എക്സാമിന് വന്നപ്പോൾ ആ എക്സാമിനർ എൻ്റെ അടുത്ത് പറയായിരുന്നു, നീ ഓറൽ എക്സാമിന് അത്രയും നന്നായിട്ട് നീ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ഓറൽ എക്സാമിന് പെർഫോം ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മാനുഷികമായിട്ടുള്ളൊരിത് എൻ്റെ മനസ്സിൽ വന്നു, ഒരു ചെറിയ അഹങ്കാരം വന്നു. ഓറൽ എക്സാമിന് ഞാൻ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തു, അപ്പം പിന്നെ പ്രാക്ടിക്കൽ വെരി സിമ്പിൾ, എനിക്ക് ക്ലിയർ ആവാൻ പറ്റും എന്ന് വിചാരിച്ചു. അപ്പോഴാണ് തമ്പുരാൻ എന്നെ ഓർമ്മിപ്പിച്ചത്, നിൻ്റെ കഴിവും കൊണ്ടല്ല ഇത് നീ ജയിച്ചത്, തമ്പുരാൻ്റെ കഴിവും കൊണ്ടാണ്. എൻ്റെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ തലേ ദിവസം ഞാനൊരു പേഷ്യൻറ്റിനെ കൊണ്ട് വീണു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് എക്സാം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എക്സാം വന്നപ്പോഴത്തേക്കും എനിക്ക് മര്യാദയ്ക്ക് അപ്പിയർ ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ചാൻസ് പോയി. പിന്നെ ഒരു ചാൻസും കൂടി എനിക്കുള്ളൂ. അപ്പോൾ ഞാൻ തമ്പുരാൻ ഒത്തിരി അടുത്തു. എനിക്ക് പറ്റിയ തെറ്റെല്ലാം ഞാൻ ഏറ്റു പറഞ്ഞു, തമ്പുരാനോട് മാപ്പ് പറഞ്ഞു. ദൈവമേ, ഞാൻ എൻ്റെ കഴിവിൽ ഞാൻ അഹങ്കരിച്ചു. എൻ്റെ കഴിവല്ല, എൻ്റെ മെറിറ്റല്ല, ദൈവത്തിൻ്റെ ആ കയ്യിൽ നിന്നുള്ള ഗ്രേസ് കൊണ്ടാണ് ഞാൻ ജയിച്ചത് ഓറൽ എക്സാം. അത് കഴിഞ്ഞിട്ട് അത് തന്നെ അവർ ഫസ്റ്റ് ചാൻസ് കളഞ്ഞ രാതായിട്ട് അവരെ കൂട്ടി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ചാൻസ് വന്നപ്പോഴത്തേക്കും ഞാൻ തമ്പുരാനെ ഒത്തിരി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, കൂട്ടുപിടിച്ചു, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ എന്നും പ്രാർത്ഥിക്കും. എനിക്ക് പേടിയായി, കാരണം ഞാൻ സെക്കൻഡ് ചാൻസിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് കയറി വരണം. അപ്പം ഞാൻ ഒത്തിരി സ്വപ്നങ്ങളായിട്ട്, എല്ലാവരുടെയും പോലെ ഒത്തിരി സ്വപ്നങ്ങളായിട്ടാണ് ഞാനും പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചും അവർ രാത്രി ഉറക്കമൊന്നുമില്ല. എന്നാൽ ഇടയ്ക്കൊന്ന് മയങ്ങി പോകുന്ന സമയത്ത് തമ്പുരാൻ എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് ആയിട്ട് എനിക്ക് തരും. അപ്പം ഞാൻ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എനിക്കൊരു സ്വപ്നത്തിൽ കാണാം, അതായത് ഒരു ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയേക്കണു ഏപ്രിൽ എന്ന് എഴുതിയിട്ട് സക്സസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയേക്കുന്നു. അപ്പോൾ എനിക്ക് ആ എക്സാം ഡേറ്റ് വന്നത് ഏപ്രിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ എക്സാം ജയിക്കും, കാരണം എനിക്ക് മാതാവ് കാണിച്ചു തന്നിട്ടുണ്ട്, ഞാൻ ജയിക്കും എന്നുള്ളതിന് എനിക്ക് മാതാവ് കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ആ പ്രാക്ടിക്കൽ എക്സാം വന്നു. പ്രാക്ടിക്കൽ എക്സാമിന് അവിടുത്തെ ആൾക്കാർക്ക് അത്ര വിശ്വാസമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. മാതാവ് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും വിശ്വാസമില്ല. അപ്പം ഞാൻ ഇവിടുന്ന് എൻ്റെ കഴുത്തിൽ എപ്പോഴും കാശുരൂപം കാണും. ഞാൻ നെറ്റിത്ത് തൈലം പുരട്ടിയിട്ടാണ് എപ്പോഴും പോകുന്നത്, ഡ്യൂട്ടിക്ക് പോകുമ്പോഴായാലും എപ്പോഴും പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ നെറ്റിൽ നിന്ന് തൈലം എടുത്തിട്ട് എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ള 2 പേഷ്യൻസ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻസിൻ്റെ ദേഹത്ത് അവരറിയാതെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു, ഞാൻ കുരിശ് വരച്ചു. പക്ഷേ എനിക്ക് ലാസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഒരു പേടിയില്ലാതില്ല. അതായത് ഞാൻ കരയുക, എക്സാമിന് ഫുള്ള് ഞാൻ കരയുക. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എക്സാം നന്നായിട്ട് ചെയ്യാൻ പറ്റി.
ആ എക്സാമിനർ നമുക്ക് നമ്മുടെ റിഫ്ലക്ഷൻ പറയുന്ന ഒരു സെക്ഷനുണ്ട് ലാസ്റ്റിലത്തെ. അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറയുക, നീ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രാക്ടിക്കൽ എക്സാം കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് നിനക്ക് കിട്ടത്തില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഈ തവണ നീ അത്രയും ടോപ്പായിട്ട് നീ പെർഫോം ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞു, ഞാനല്ല പെർഫോം ചെയ്തേ, എൻ്റെ മാതാവും ഈശോ എന്നിലൂടെ പെർഫോം ചെയ്തതെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ രജിസ്ട്രേഷൻ കിട്ടി. ഈ രജിസ്ട്രേഷനൊക്കെ കിട്ടുന്നതിന് മുൻപായിട്ട് ഞാൻ ചെന്നപ്പോൾ മുതലൊരു ഷെയർഡ് അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അന്ന് മുതൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഫാമിലിയെ കൊണ്ടുവരണമെന്ന്, പക്ഷെ നടക്കണില്ല. അപ്പോൾ എൻ്റെ മോൾക്കാണെങ്കിൽ 17 വയസ്സായി. അപ്പോൾ 16 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എൻ്റെ മാഡത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞു, മാഡം എനിക്കൊരു റൂം ഞാൻ തപ്പിയിട്ട് കിട്ടണില്ല, ഞാനാണെങ്കിൽ എൻ്റെ റൂമിലേക്ക് ഞാൻ മോളെ കൊണ്ടുവന്നോട്ടെ എന്ന് ചോദിച്ചു. മാഡം പറഞ്ഞു അത് പറ്റത്തില്ല, സിംഗിൾ റൂമാണ്, അപ്പോൾ 2 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ നമുക്കൊരു രക്ഷയില്ല, വേറെ ആരും എത്താണില്ല. ഞാൻ എന്നിട്ട് മാതാവിൻ്റെ അടുത്ത് നിന്ന് പിന്നെ പറഞ്ഞു, എൻ്റെ മാതാവ് എൻ്റെ മോക്ക് 18 വയസ്സായി, പിന്നെ എനിക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു ചെറിയ പേപ്പറിൽ എനിക്കൊരു വീട് എത്രയും പെട്ടെന്നൊന്ന് തരണേ മാതാവേ, ഒരുപാട് വലുതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ചെറുതായിട്ട് എഴുതി ഞാൻ മാതാവിൻ്റെ എനിക്കൊരു കൃപാസന മാതാവിൻ്റെ രൂപമുണ്ട്, അതിൻ്റെ അടിയിൽ ഞാൻ വെച്ചായിരുന്നു. ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ മാഡം തന്നെ എന്നെ വിളിച്ചേക്കുക, ധന്യ പെട്ടെന്ന് ഒരാൾ നിൻ്റെ റൂമിൻ്റെ താഴെയുള്ള റൂമിൽ ഒരാൾ വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിനക്ക് വേണമെങ്കിൽ ആ റൂം എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ താമസിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ റെൻറ്റ് തീരെ കുറവാണ്. അങ്ങനെ കിട്ടുന്നത് സാധാരണ അവിടെ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്കോ അവിടെ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വേണേൽ താഴത്തെ റൂമൊന്ന് പോയി നോക്ക്, നിന്നെ മോളെ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ എനിക്കൊരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് എനിക്ക് അവർ തന്നത്. ഷെയർഡ് അപ്പാർട്ട്മെൻറ്റ്, ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആയിട്ട് എനിക്ക് അവർ തന്നേക്കുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് മാഡം പറഞ്ഞു, നീ നിൻ്റെ ഫാമിലീനെ അങ്ങോട്ടേ കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ കൊണ്ടുവരേ. ഞാൻ എൻ്റെ മോളെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമേ ഞാൻ മാതാവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ ഫാമിലി അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടുവരേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളുടെ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും പറഞ്ഞു, സാധാരണ ഒരു ഫാമിലീനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാറില്ല, കാരണം അവിടെ പെർമിഷൻ ഇല്ല, അവിടെ പഠിക്കുന്ന പിള്ളേർക്കുടെ അക്കോമഡേഷനാണ് അത്, പിന്നെ നിനക്ക് മാത്രം എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവ് ഡയറക്റ്റ് ഇടപെട്ടതാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മക്കളുടെ വിസയ്ക്ക് കൊടുത്തേക്കുന്നു, വന്നിട്ടില്ല. ഇപ്പം ഞാൻ വരുന്നതിന് മുൻപ് അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ, ഞാനിപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അപ്പാർട്ട്മെൻറ്റ് കിട്ടിയതാണെങ്കിലും ഫ്യൂ ഡേയ്സിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഒന്നുമില്ല, അപ്പാർട്ട്മെൻറ്റിൽ ഫുൾ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നു, ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ദൈവമേ ഞാൻ പെട്ടെന്ന് എവിടെ നിന്ന്, കാരണം കയ്യിലുള്ള സാലറി അപ്പം നാട്ടിലേക്ക് അയച്ചു കൊടുക്കും, പിന്നെ കയ്യിലൊന്നുമില്ല, ജസ്റ്റ് ചിലവിനുള്ള കാശ് മാത്രമേ വെക്കുള്ളൂ, എൻ്റെ കയ്യിലാണ് ഒന്നുമില്ല, ഫർണിച്ചർ വാങ്ങിക്കാനൊന്നുമില്ല. ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ എനിക്ക് അപ്പാർട്ട്മെൻറ്റ് കിട്ടിയെന്ന് അറിഞ്ഞത് എൻ്റെ കൊളീഗ്സും ഒക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, ധന്യ നിനക്ക് അത് വേണോ ഇത് വേണോ, അതായത് സെറ്റി വേണോ, ബെഡ് വേണോ, കട്ടിൽ വേണോ, ഡൈനിങ് ടേബിൾ വേണോ, അങ്ങനെ ഓരോന്ന് വേണോ എന്ന് ഇങ്ങോട്ട് വന്ന് ചോദിച്ച് അവർ തന്നെ എഫേർട്ട് എടുത്ത് അവരുടെ വണ്ടി തന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടിട്ട് തന്നു. ഇപ്പം എൻ്റെ അപ്പാർട്ട്മെൻ്റ് എന്ന് വെച്ചാൽ ഫുൾ ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റ്, അതിനകത്ത് ഞാൻ ആകെ ഒരു ബെഡും ഒരു കട്ടിലും മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം എനിക്ക് എൻ്റെ മാതാവ് പലരിലൂടെയായിട്ട് എനിക്ക് കൊണ്ടു തന്നതാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അത് നിനക്ക് എന്തോ ദൈവാനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം അവിടെ മാതാവിൽ വിശ്വാസം ഇല്ലാതിരുന്ന ആൾക്കാരാണ്, അവരെല്ലാവരും ഇപ്പം എൻ്റെ അടുത്ത് പറയുക, നീ നിൻ്റെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞോ എന്ന് ചോദിക്കും. ഞാൻ ഈ കാശ് രൂപ ഇട്ടുകൊണ്ട് പോകുമ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിക്കും, ഇതെന്തുവാ നിൻ്റെ കഴുത്തിൽ ഇത് കിടക്കുന്നത്, എന്താ ആരാന്ന് ചോദിക്കും. ചിലവർക്ക് അറിയാം അത് മദർ മേരിയാന്ന് പറയും, ചിലവർ പറയും ഇത് ആരാ ചോദിക്കും. അപ്പം ഞാൻ പറയും ഇത് എൻ്റെ അമ്മയാന്ന് പറയും. അങ്ങനെ അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ. പിന്നെ ഒരു രോഗസൗഖ്യം കൂടി എനിക്ക് കിട്ടിയായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ചെറിയ തടിപ്പ് പോലെ ഒരു പാടം ഉണ്ടായിരുന്നു. ഒരു ചെറിയ പാടായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, അത് കുറച്ച് വലുതാവാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഞാൻ കുറേ പേഷ്യൻസിനെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, സ്കിൻ ക്യാൻസറിൻ്റെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സംഭവം എനിക്കത് കണ്ടപ്പോൾ ആദ്യം വെറുതെ പാടാമെന്ന് ഓർത്തു, പിന്നെ നോക്കുമ്പോൾ തൊടുമ്പോൾ ഒരു തടിപ്പ് പോലെ കാണുന്നു. അപ്പോൾ എനിക്കൊരു പേടിയായി, പിന്നെ ഇങ്ങനെ കണ്ടിട്ടുള്ളതും കൊണ്ട് എനിക്കൊരു ചെറിയ പേടി. പിന്നെ ഞാൻ ആരോടും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പോഴായിരിക്കും എൻ്റെ വീട്ടുകാർ പോലും അറിയുന്നത്, ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല ഈ കാര്യം പോലും. ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ എന്നിട്ട് മാതാവിൻ്റെ തൈലെടുത്ത് ഞാൻ എന്നും പരട്ടുമായിരുന്നു, ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി പരട്ടും. ഒരു 2 വീക്സ് ഞാൻ പരട്ടി, ആ പാട് ഇപ്പം ഇല്ല, കംപ്ലീറ്റ്ലി മാറി. ഇപ്പോഴാണ് എല്ലാവരും അറിയണ്ടാവുക പോലും.
അതാണ് എനിക്ക് കിട്ടിയ രോഗസൗഖ്യം. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേഴ്സാണെന്ന്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ അല്ലാണ്ടുള്ള കാരുണ്യ പ്രവർത്തികൾ നമുക്ക് പുറത്ത് പൊതുമേഖലയിൽ ഇറങ്ങി ചെന്ന് ചെയ്യാനായിട്ടുള്ള അസൗകര്യമുണ്ട്. ഞാൻ ഇവിടെ വൃദ്ധസദനത്തിലൊക്കെ ഫുഡ് കൊടുക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ഒരു നമ്മളറിയുന്ന രീതി അങ്ങനെ, അതായത് നമുക്ക് ഉറപ്പുണ്ട് അന്ന ആൾക്ക് പൈസയ്ക്ക് അത്യാവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ ആരും അറിയാതെ തന്നെ ഞാൻ പൈസ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സെക്ടറിൽ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായെന്ന് വെച്ചാൽ, ഞങ്ങളുടെ അവിടെ ഒരു പേഷ്യൻറ്റിന് ഡ്രസ്സിങ്ങിന് വിളിച്ചു. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ സാറ് പറഞ്ഞു, തന്നെ ഒരു ഡ്രസ്സിങ് ഉണ്ട്, നീ വരാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് കാണാം, ഇച്ചിരി വലിയ ഡ്രസ്സിങ്ങാന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ആ വൂണ്ട് അങ്ങ് തുറന്നതേ ആ വൂണ്ടിന് നിറയെ പുഴുക്കളിങ്ങ് ചാടാൻ തുടങ്ങി. അതായത് ഇങ്ങനെ തെറിക്കുക പുഴു, ഇങ്ങനെ താഴെയൊക്കെ ഫ്ലോറിലൊക്കെ വീണ് കിടക്കുക. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും, അതായത് വൂണ്ടിൻ്റെ എക്സ്പേർട്ട് വന്നിട്ടുണ്ടായിരുന്നു, ആ വലിയ വൂണ്ടായതുകൊണ്ട് ആ വൂണ്ട് എക്സ്പേർട്ട് വരെ പറഞ്ഞു ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് അത് കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല, ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പോയി. എന്നിട്ട് എൻ്റെ അടുത്ത്, ഞാൻ അവിടുത്തെ ആൾക്കാരൊക്കെ ഇച്ചിരി സൈസ് ആയതുകൊണ്ട് എന്നെ കാണുമ്പോൾ അവർ വിചാരിക്കും ഞാൻ ചെറിയ കുട്ടിയാണെന്ന് ഓർത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോൾ ഇവിടെ നിൽക്കേണ്ട, മോള് പൊക്കോ, ചിലപ്പോൾ മോൾക്ക് തലവേദന എടുക്കും, എന്തെങ്കിലും വൊമിറ്റ് ചെയ്യും, എന്തെങ്കിലും ചെയ്യും, മോള് പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ അമ്മച്ചി എന്നെ കണ്ട്, നമുക്കുള്ള ഇന്ത്യൻസിന് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അമ്മച്ചി എന്നെ കണ്ട് ഭയങ്കരമായിട്ട് ചിരിക്കുമായിരുന്നു. എന്നിട്ട് ഇവർ വൂണ്ട് തുറന്ന് ഈ പുഴു കണ്ടോടുകൂടി ഇവരെല്ലാവരും 4 പേരുണ്ടായിരുന്നു, ഞങ്ങൾ മൊത്തത്തിൽ 6 പേരുണ്ടായിരുന്നു, അതിനകത്ത് 4 പേരും അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുക, അവർ ആ വൂണ്ട് അങ്ങനെ തന്നെ ഇട്ടിട്ടങ്ങ് പോയി. അപ്പോൾ എനിക്കത് കണ്ടിട്ട് അങ്ങ് സഹിച്ചില്ല, അതായത് നമ്മുടെ അമ്മയാണ് ആ കിടക്കണേന്ന് തോന്നിപ്പോയി. ഞാൻ പറഞ്ഞു, സാറും ഞാനും കൂടി ചെന്നു, ഞങ്ങൾ വൂണ്ട് ചെയ്തു. അപ്പം അമ്മച്ചി ചിരിക്കുക. അപ്പം ഞാൻ എൻ്റെ കഴുത്തിൽ കാശ് രൂപം ഉണ്ടായിരുന്നു, ഞാൻ ഈ കാശ് രൂപം എടുത്ത് അമ്മച്ചിയുടെ കാലയിൽ ഇങ്ങനെ വെച്ചു, കുരിശ് വരച്ചു. അപ്പം ഞാൻ അമ്മച്ചിയുടെ അടുത്ത് ഇങ്ങനെ മലയാളത്തിലാണ് ഇങ്ങനെ പറഞ്ഞ് ശരിയായിക്കോളും എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിച്ചു, എൻ്റെ തമ്പുരാനെ, ഞാനോ അമ്മച്ചി ചെയ്ത ഏതെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ അത് തമ്പുരാൻ കണക്കിലെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ അമ്മച്ചിക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണേ, അല്ലെങ്കിൽ അമ്മച്ചീനെ ഇങ്ങോട്ട് നരകിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. കാരണം ആ അമ്മച്ചി വയസ്സായതുകൊണ്ട് അവരുടെ ബന്ധുക്കൾ പറഞ്ഞു ആംബ്യൂട്ടേറ്റ് ചെയ്യേണ്ട കാലമാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൻ്റെ അതിന് എക്സ്പെൻസ് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ആംബ്യൂട്ടേറ്റ് ചെയ്യത്തില്ല, അതങ്ങനെ കിടക്കട്ടെ, അത് എങ്ങനെയാണോ ലൈഫ് എൻഡ് പോകുന്ന അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഡ്രസ്സിങ്ങിന് ചെന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ പുഴുക്കൾ, അതായത് അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തെറിക്കുകയായിരുന്നു താഴോട്ടൊക്കെ. അന്ന് ഞാൻ നോക്കുമ്പോൾ 2 or 3 പുഴുണ്ട്, അല്ലാതെ ആ പുഴുക്കളില്ല അതിനകത്ത്. പിന്നെ അമ്മച്ചി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചിക്ക് വേദനയുണ്ട്. അതാണ് ചില ഇതിനകത്ത് നമുക്ക് വേദനയ്ക്കില്ല, പക്ഷേ ഈ അമ്മച്ചിക്ക് വേദന ഉണ്ടായിരുന്നു. അതായത് എൻ്റെ കാലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അസ്ഥികൂടത്തിൻ്റെ ഒക്കെ കാലിരിക്കത്തില്ല, വിരലുകളൊക്കെ, അതായത് അസ്ഥി മാത്രമായിട്ട് കറുത്ത കളറിൽ, അതുപോലെയായിരുന്നു അമ്മച്ചിയുടെ. അപ്പം അതിൻ്റെ മേളിലാണ് ഈ പുഴു വന്നിട്ടുള്ളത്. അതാണ്. പിന്നെ അതുപോലെ പേഷ്യൻസിൽ നമുക്ക് നമ്മുടെ സ്വന്തം ആളെ കണ്ടിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് അവിടുത്തെ ആൾക്കാർ എൻ്റെ അടുത്ത് പറയും, ആ കിടക്കണത് നിൻ്റെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയോ ആരുമല്ല, അതവർ പേഷ്യൻ്റാണ്. അപ്പം ഞാൻ പറയും അങ്ങനെ നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യരല്ലേ അവർ എന്ന രീതിയിൽ എനിക്ക് പെരുമാറാൻ സാധിച്ചു. അത് എൻ്റെ സ്വഭാവത്തിൽ വന്ന വലിയൊരു മാറ്റമാണ്. പിന്നെ എന്ത് സഹായം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലും കണ്ടറിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞാൻ പത്രം വാങ്ങിയിട്ട് പോവും, പത്രം വാങ്ങി നാട്ടിലും കൊടുക്കാറുണ്ട്, ഞാൻ അവിടെ കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ പല ഇൻസൾട്ടുകളും വരാറുണ്ട്. ഇപ്പം നാട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ ആയാലും ചിലവരൊക്കെ പറയുന്നുണ്ട്, ഓ ഇപ്പം ജർമ്മനിയിൽ നിന്ന് ആലപ്പുഴ എത്തിയോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ജർമ്മനിയിൽ നിന്ന് ആലപ്പുഴയല്ല എത്തിയേ, ആലപ്പുഴയിൽ നിന്നാണ് ഞാൻ ജർമ്മനിക്ക് എത്തിയെന്ന് പറയുമായിരുന്നു. അതുപോലെ അവിടെ ചെന്നപ്പോഴായാലും ഇപ്പം ഏകദേശം ഒരു നമുക്കൊരു പദവി കിട്ടിയേക്കുന്ന പോലെയാണ്. കാരണം ഇപ്പം ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ചിലവർ, അത് ഹിന്ദുസ് പിള്ളേർ വരെ ഉണ്ട്, അവരായാലും എൻ്റെ അടുത്ത് പറയും, മറ്റവരുള്ളവരുടെ അടുത്ത് കളിയാക്കുന്ന രീതിയിൽ പറയും, ഈ ചേച്ചീനെ അറിയോ, ഈ ചേച്ചി കൃപാസന മാതാവിൻ്റെ ആളാന്ന് പറയും. ഞാൻ പറഞ്ഞു അതെ, ഞാൻ കൃപാസന മാതാവിൻ്റെ ആളാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കളിയാക്കിയിട്ടുള്ളവർ വരെ ഇപ്പം എൻ്റെ അടുത്ത് ഈ തവണ വന്നേക്കുമ്പോൾ പറഞ്ഞേക്കുന്ന, ചേച്ചി ഞങ്ങളുടെ കാര്യം കൂടി അവിടെ ചെന്നൊന്ന് പറയണേ,
ഒന്ന് പറഞ്ഞ് ഞങ്ങൾക്കും കൂടെ ഒന്ന് ഇതാക്കണേ. ആ മാതാവിൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ഞങ്ങൾ വരാം, ഞങ്ങൾ കൃപാസനത്തിലേക്ക് വരാം എന്ന് പറഞ്ഞു. അവർക്കിപ്പോൾ ലീവിന് വരാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അവരവിടെ ഉണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിന്